ഞങ്ങൾക്കൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും വിഷ്ണു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് പോണ വഴിക്ക് ഞാനും വിഷ്ണു ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടാണ് പോണത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ദേവ് ഭയങ്കര കരച്ചിലായിരുന്നു, അവളും വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ മാനേജ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഈ പോണ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് നമ്മൾ ദേവിന് 1 വയസ്സായപ്പോഴത്തേക്ക്, അതായത് കൊറോണയുടെ അതൊക്കെ ഒന്ന് മാറി നിന്ന് ആ ഒരു സമയത്ത് നമ്മൾ വിച്ചുവിൻ്റെ കൂടെയൊക്കെ സാധനം മേടിക്കാൻ പോയ കടയാണ്. പക്ഷേ അന്ന് നമ്മൾ അറിഞ്ഞില്ല ഭാവിയിൽ ഒരു ദിവസം വന്ന് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അന്ന് നമ്മൾ സാധനം വാങ്ങിക്കാൻ വന്നു എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ശംഖുമുഖത്തോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നു. പിന്നെ ദേ ചായയൊക്കെ കുടിച്ചു. വിഷ്ണുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കറുത്ത ഷർട്ടൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം ദേ ഈ കടലയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന്, പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എങ്ങാനും ദേവട്ടെ കാണണമെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. കാരണം ഒന്നാതെ അവളെ കൊണ്ടുപോയില്ല എന്നുള്ള പരാതി, അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ കറങ്ങാൻ പോയെന്നുള്ള പരാതി, പിന്നെ ഇതൊക്കെ കഴിച്ചെന്നുള്ള പരാതി.